ഇമാം അഹ്മദ്, തുർമുദി, നസായി, ബൈഹഖി റളിയല്ലാഹു അൻഹും തുടങ്ങിയവരൊക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായൊരു ഹദീസ് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മത്സ്യവയറ്റിലകപ്പെട്ട മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇരുളിനകത്ത് കിടന്ന് ദുആ ചെയ്ത ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത്. ഏതൊരു മുസ്ലിമിനും അത് വലിയ രക്ഷയാണ്. ആ ദിക്ർ ഒരു പിടിവള്ളിയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു മോക്ഷം നൽകി. അത് മുസ്ലിമീങ്ങൾക്ക് പൊതുവായും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകമായും നൽകപ്പെട്ടൊരു ദിക്ർ കൂടെയാണ്. മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഈ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത്. നിസ്കാരങ്ങൾക്ക് ശേഷം 40 തവണ പതിവായി ചൊല്ലിയാൽ അവനകപ്പെട്ട പ്രതിസന്ധികൾ ഏതാണോ, ബുദ്ധിമുട്ടുകൾ ഏതാണോ, അള്ളാഹു വലിയ രക്ഷയും സമാധാനവും നൽകുമെന്നുള്ളതും അവൻ്റെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ ആ ദിക്ർ കാരണമാകുമെന്നുള്ളതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. കഠിനമായ ദിക്റുകളിലും റിയാദകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഓരോ ദിവസത്തിലും 1000 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദിക്ർ ചൊല്ലാൻ തീരുമാനിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പല് ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം മാസത്തിലാണ്. കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സംഘത്തെയും ധിക്കാരിയും അഹങ്കാരിയുമായ ഫിർഔനെ തൊട്ട് അല്ലാഹു രക്ഷ നൽകിയതും ഫിർഔനിനെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചതും പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കാരിയായ നമ്രൂദ് തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അള്ളാഹു രക്ഷ നൽകിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം പൂർണ്ണമായും ശിഫയായത് അത് മുഹറം മാസത്തിലാണ്. മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിലകപ്പെട്ടപ്പോൾ രക്ഷ നൽകിയത് മുഹറം മാസത്തിലാണ്. മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രാജാധികാരം തിരിച്ചു നൽകിയത്. ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടെന്ന് ഗൈറു മുഅ്തമദായ അഭിപ്രായത്തിൽ വന്നതാണെങ്കിലും നമുക്കതൊക്കെ പ്രതീക്ഷയാണ്. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ അംബിയാഇന്, എത്രയോ ഔലിയാക്കൾക്ക്, സൂഫിയാക്കൾക്ക് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് മോക്ഷം നൽകിയത് ഈ ഒരു മാസത്തിലാണെന്ന് പറയുമ്പോൾ നമ്മിൽ ഒരുപാട് രോഗികളില്ലേ, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരില്ലേ, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരില്ലേ, ഭാര്യയെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട് കുടുംബജീവിതം തകർന്നവരുൾപ്പെടെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നൊന്നായി മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മുഹറം മാസത്തിൽ മോക്ഷം നൽകും, രക്ഷ നൽകും. ഇതൊക്കെ ദുനിയാവിൽ നമുക്ക് ഇത്തരം പരീക്ഷണങ്ങൾ നൽകുന്നത് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലവും സ്ഥാനവും ലഭിക്കാനാണെന്നുകൂടെ